ജയ് ശ്രീ രാധേ കൃഷ്ണ. എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ചോറ്റാനിക്കര അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ചോറ്റാനിക്കര അമ്മ ദുരിതങ്ങളിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടാൻ ഭക്തർ ആശ്രയിക്കുന്ന നമ്മുടെ അമ്മ. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാം. ആ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് ശരിക്കും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ചോറ്റാനിക്കര അമ്മ ഒരു അതിപ്രാചീനമായ ക്ഷേത്ര സങ്കല്പമാണ്. ആ ഐതിഹ്യങ്ങളിൽ ചിലത് വളരെ പ്രസിദ്ധമാണ്, എന്നാൽ ചിലത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല. ശരിക്കും ആ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം വളരെ വലിയൊരു കൊടും കാടായിരുന്നു. ദുഷ്ടമൃഗങ്ങളൊക്കെ നിറഞ്ഞ് വസിച്ചിരുന്ന ഒരു കൊടും കാട്. അവിടെ മലയരയന്മാരായിരുന്നു വസിച്ചിരുന്നത്. ചോറ്റാനിക്കര ശരിക്കും ഒരു വനപ്രദേശത്തിന്റെ സ്വഭാവം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇന്നും അത് അതുപോലെ തന്നെയാണ്. കുന്നിന്റെ 4 ഭാഗങ്ങളിലും ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മേയാൻ വരുന്ന ആടുകളെയും പശുക്കളെയും ഒക്കെ മലയരയന്മാർ കൊണ്ടുപോയി ഭക്ഷിക്കുമായിരുന്നു. അവർ നടത്തിയിരുന്ന ആ ബലികർമ്മങ്ങൾ മൂലം ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവത്തെ അവർക്ക് തടുത്തു നിർത്താനൊക്കെ കഴിഞ്ഞു. ധാരാളം കാട്ടുമൃഗങ്ങളെ ഭക്ഷിച്ച് അവർ ജീവിച്ചു പോന്നു. മലയരയന്മാരുടെ നേതാവായിരുന്നു കണ്ണപ്പൻ. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഇന്ന് മേൽക്കാവിലെ ശ്രീകോവിലിൽ നിൽക്കുന്ന സ്ഥാനത്താണ് കണ്ണപ്പന്റെ കുടിൽ ഉണ്ടായിരുന്നത്. ശരിക്കും ചോറ്റാനിക്കരമ്മയുടെ പ്രധാനപ്പെട്ട ഐതിഹ്യം വനവാസിയും ഭക്തനുമായ കണ്ണപ്പനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മലയരയന്മാരുടെ നേതാവായിരുന്നു കണ്ണപ്പൻ. ചോറ്റാനിക്കര ക്ഷേത്രത്തില് ഇന്ന് മേൽക്കാവിലെ ശ്രീകോവിൽ നിൽക്കുന്ന സ്ഥാനത്തായിരുന്നു കണ്ണപ്പന്റെ കുടിൽ ഉണ്ടായിരുന്നത്. അയാളും കുടുംബവും അവിടെയാണ് താമസിച്ചിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ കന്നുകാലികളെ തട്ടിക്കൊണ്ടുവന്ന് അയാൾ ഭക്ഷിക്കുമായിരുന്നു. അവയെ പാർപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് അയാൾക്ക് കുടിലിന്റെ തെക്കുവശത്തായി ഒരു കൂട് നിർമ്മിച്ചിരുന്നു. ശരിക്കും ആ കൂടെന്ന് പറയുന്നത് ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനം നിൽക്കുന്ന ഭാഗത്തായിരുന്നു. ദിവസവും ഒരു കന്നുകാലിയെങ്കിലും കണ്ണപ്പൻ തട്ടിക്കൊണ്ടുവരുമായിരുന്നു. കണ്ണപ്പൻ വളരെ അതിക്രൂരനും ബലവാനുമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അരയന്മാരൊക്കെ അയാളെ ഒരുപാട് ഭയന്ന് അടിമകളെ പോലെയാണ് ജീവിച്ചിരുന്നത്. കണ്ണപ്പന് സ്വന്തമായി ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ആരും, ബന്ധുക്കളോ കൂടപ്പിറപ്പുകളോ ഒന്നും അയാൾക്കുണ്ടായിരുന്നില്ല. മകളുടെ പ്രസവത്തെ തുടർന്ന് അയാളുടെ ഭാര്യ മരിച്ചു. ഈ ലോകത്തിൽ അയാൾക്ക് കുറച്ചെങ്കിലും സ്നേഹവും കരുണയും ഉണ്ടായിരുന്നെങ്കിൽ അത് തന്റെ മകളോട് മാത്രമായിരുന്നു. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അയാൾ തന്റെ മകളോട് ചോദിച്ചു മാത്രമാണ് ചെയ്തിരുന്നത്. മകൾ എതിർത്തെന്തെങ്കിലും പറഞ്ഞാലും അനിഷ്ടത്തോടെ ആണെങ്കിലും അയാള് മകളെ ധിക്കരിച്ച് ഒന്നും ചെയ്തിരുന്നില്ല. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാവം പശുക്കളെ കൊല്ലുന്ന കാര്യത്തിൽ ഇടപെട്ട് എതിർപ്പ് പറയാൻ ആ കുട്ടിക്ക് അവകാശമുണ്ടായിരുന്നില്ല. ആ അവസ്ഥയായിരുന്നു ആ കുട്ടിക്ക്. പശുക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ ആ അരയന്മാർ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ഓർത്തതിനാലാവാം ആ കുട്ടി ആ കാര്യങ്ങളിലൊന്നും എതിർപ്പ് പറയാതിരുന്നത്. പക്ഷെ ആ മകള് ചെറുപ്പം മുതലേ നല്ല ദയാശീലമുള്ള ഒരു കുട്ടിയായിരുന്നു. പ്രായം ചെല്ലുന്തോറും ആ കുട്ടിയുടെ ദയാശീലവും മനസ്സിന്റെ കാരുണ്യവും നൈർമല്യവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കണ്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. കണ്ണപ്പൻ ഇങ്ങനൊരു മകളുണ്ടായത് ഓർത്ത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഒരു ദിവസം കണ്ണപ്പൻ പതിവ് പോലെ കത്തിയെടുത്ത് അന്ന് കൊല്ലാനുള്ള പശുവിനെ തൊട്ടടുത്തുള്ള മരത്തിൽ കെട്ടാൻ നേരത്ത് പശു കയർ പൊട്ടിച്ച് കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. അത് അയാളുടെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. കണ്ണപ്പൻ ദേഷ്യം സഹിക്കാനാകാതെ അയാൾ പശുവിനെ നോക്കി കാട്ടിലേക്ക് ഓടിപ്പോയി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും പശുവിനെ കാണാൻ സാധിക്കുമെന്നല്ലാതെ അതിന്റെ അടുത്തേക്ക് എത്താൻ പോലും അയാൾക്ക് സാധിച്ചില്ല. എങ്കിലോ ആ പാവം പശു കാട് മുഴുവൻ ഓടിത്തളർന്ന് അതിനെ കൊല്ലുവാൻ വേണ്ടി തന്നെ കരുതിയിരുന്ന കൂടിന്റെ അടുത്ത് തന്നെ അത് തിരിച്ചെത്തി തളർന്നു വീണുപോയി. കണ്ണപ്പന്റെ മകള് ഇത് കണ്ട് ഓടിച്ചെന്ന് ആ വയ്യാത്ത പശുവിനെ തലോടാൻ തുടങ്ങി. തലോടി ആ പശുവിനെ ശാന്തയാക്കിക്കൊണ്ടിരുന്ന കാഴ്ച കണ്ട് പുറകെ ഓടിവന്ന കണ്ണപ്പന് ആദ്യം സന്തോഷം തോന്നി.
ഇനി ആ പശുവിനെ കൊല്ലാൻ സാധിക്കുമല്ലോ എന്നോർത്ത് അയാൾ ഓടി വന്ന് അതിനെ വെട്ടാൻ ഓങ്ങിയതും മകൾ കണ്ണപ്പന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പശുവിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. പാവം, അവശ നിലയിലുള്ള ആ പശുവിനെ കണ്ടില്ലേ? അതിനെ കൊല്ലരുതെന്ന് മകൾ പറയുന്നത് കേട്ടപ്പോൾ കണ്ണപ്പന് ആദ്യമായി മകളോട് ദേഷ്യം തോന്നി. ദേഷ്യത്തോടെ കയർത്ത് സംസാരിച്ചുകൊണ്ട് അയാൾ മകളോട് ചോദിച്ചു, എന്നെ ഈ കാട് മുഴുവനിട്ട് ഓടിച്ചതാണ് ഈ പശു. നീ ഇതിനെ വളർത്താൻ പോവാണോ എന്ന് അയാൾ ചോദിച്ചു. എന്നാണ് നിനക്ക് ഇങ്ങനൊരു ദുർബുദ്ധിയൊക്കെ തോന്നാൻ കാരണമെന്ന് അയാൾ ചോദിച്ചു. ഭക്ഷണത്തിന് നമ്മൾ വേറെ എന്തു ചെയ്യും? എത്ര ആൾക്കാരായിരിക്കും പട്ടിണിയാവുക? എല്ലാവരെയും പട്ടിണി കിടത്താനാണോ നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ച് കണ്ണപ്പൻ പശുവിനെ വെട്ടാൻ വീണ്ടും കൈയോങ്ങിയപ്പോൾ വീണ്ടും ആ മകൾ തടഞ്ഞുകൊണ്ട് അച്ഛന്റെ കയ്യിൽ കയറി പിടിച്ചു. ആ മകള് പറയുകയാണ്, അച്ഛ, ഞാൻ അച്ഛന്റെ ഒരേ ഒരു മകളാണ്. അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം. ഞാൻ അച്ഛനോട് ഇതുവരെ ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ നടത്തി കിട്ടാൻ അച്ഛനോട് പറയേണ്ടി വന്നിട്ടുമില്ല. കാരണം അച്ഛൻ എല്ലാം അറിഞ്ഞ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരാഗ്രഹം പറയുന്നത്. ഈ പശുവിനെ ദയവ് ചെയ്ത് എനിക്ക് ജീവനോടെ നൽകണം. എനിക്ക് ഈ മിണ്ടാപ്രാണിയോട് അത്രയ്ക്കും സ്നേഹമുണ്ട്. നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥയല്ലേ ആ പാവം മിണ്ടാപ്രാണിക്കുമുള്ളത്. അതിന് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല. നിരപരാധിയായ ഈ മിണ്ടാപ്രാണിയെ അച്ഛൻ കൊല്ലരുത്. ഈശ്വരന്റെ സൃഷ്ടിയിൽ എത്രയൊക്കെ ജീവജാലങ്ങളുണ്ട്, അവയൊക്കെയും ഈശ്വരൻ ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഈ മിണ്ടാപ്രാണിയെ വെറുതെ വിട്ടിട്ട് അച്ഛൻ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് ആ കുട്ടി തന്റെ തല കാണിച്ചു കൊടുത്തു. അത് കണ്ട് അവിടെ നിന്നിരുന്ന അരയന്മാര് ഒരുപാട് വിഷമത്തിലായി. അയ്യോ, ഞങ്ങൾക്ക് മാംസമൊന്നും വേണ്ട, ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പടക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കേട്ട് കണ്ണപ്പൻ ആകെ വിഷമിച്ചു. തലയ്ക്ക് കൈവച്ച് അയാൾ നിലത്തിരുന്നു പോയി. അതിനുശേഷം അയാൾ തന്റെ മോളോട് പറഞ്ഞു, മോളെ, ഇനി ഞാൻ പശുവിനെ എന്നല്ല ഒരു ജീവിയെയും കൊല്ലുന്നില്ല. അതായത് ജീവനുള്ള ഒരു ജന്തുവിനെയും ഞാനിനി കൊല്ലില്ല. നിന്നെ വധിക്കുന്നതിന് തുല്യമാണ് മറ്റു ജീവികളെയും വധിക്കുന്നതെന്ന് നീ ഇപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കണ്ണപ്പൻ മകളോട് പറഞ്ഞു, ആ പശുവിനെ നീ ശുശ്രൂഷിച്ച് വളർത്തിക്കോളൂ എന്ന്. കണ്ണപ്പൻ ഇത്രയും പറഞ്ഞ് തന്റെ കുടിലിലേക്ക് കയറിപ്പോയി. ഇത് കണ്ട് മലയരയന്മാരും ഇനി പശുമാംസം ഭക്ഷിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഇത് കണ്ട് ആ കുട്ടി കുടിലിലുള്ള പശുക്കളെയൊക്കെ അഴിച്ചുവിട്ടു. അതിനുശേഷം കണ്ണപ്പന്റെ മകള് കാട്ടിൽ പോയി പുല്ലും ഇലകളും ഒക്കെ കൊണ്ടുവന്ന് ആ പശുവിന് കൊടുത്തു. കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കിഴങ്ങുകളും പഴങ്ങളും ആഹാരമാക്കി കണ്ണപ്പനും മകളും കഴിച്ചു. ആ മകളുടെ നിത്യവുമുള്ള സ്നേഹവും പരിചരണവും ഒക്കെ കണ്ട് പശു നന്നായി തടിച്ചു കൊഴുത്തു വന്നു. തന്റെ മകളുടെ ശ്രദ്ധാപൂർവമായ സ്നേഹത്തോടെയുള്ള പരിചരണം കണ്ട് കണ്ണപ്പനും ഒരുപാട് സന്തോഷം തോന്നി. അയാൾക്കും പശുവിനെ സംരക്ഷിക്കാൻ താല്പര്യം തോന്നി തുടങ്ങി. അയാളും അതിനെ സംരക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ പെൺകുട്ടി പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അസുഖബാധിതയായി മരണത്തിന് കീഴടങ്ങിയത്. കണ്ണപ്പൻ അതൊരിക്കലും താങ്ങാൻ സാധിച്ചില്ല. അയാൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അയാൾ വളരെയധികം തകർന്നുപോയി. താൻ ചെറുപ്പം മുതലേ ചെയ്ത ക്രൂരമായ പ്രവൃത്തികൾ മൂലം, ദുഷ്കർമ്മങ്ങൾ മൂലമാണ് തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് കരുതി അയാൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. പക്ഷേ തന്റെ മകൾ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചിരുന്ന ആ പശുവിനെ ഓർത്തപ്പോൾ അയാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല. അയാള് പശുവിനെ നന്നായി ശുശ്രൂഷിക്കാൻ തുടങ്ങി. തന്റെ മകളെപ്പോലെ തന്നെ അതിനെയും സ്നേഹിച്ചു. ഒരു ദിവസം രാത്രി അയാൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ കൂട്ടിൽ കെട്ടിയ പശുവിന്റെ അടുത്ത് തേജസ്സോടു കൂടിയ ഒരു പുരുഷൻ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും അനവധി ദിവ്യരൂപങ്ങൾ ആരാധിക്കുന്നുണ്ട്. പിന്നീട് അയാൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേന്നു രാവിലെ പശുവിനെ നോക്കാൻ പുല്ലുമായി ചെല്ലുമ്പോൾ പശു അനങ്ങാതെ നിശ്ചലമായി കിടക്കുന്നു. അതൊരു കല്ലായി മാറിയിരിക്കുന്നു. അയാൾ അത് കണ്ട് ഭയന്നുപോയി. തന്റെ പ്രിയപ്പെട്ട മകൾ പോയതിനു ശേഷം തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പശുവായിരുന്നു. ആ പശുവിനെയും നഷ്ടമായതോർത്ത് അയാൾക്ക് താങ്ങാൻ സാധിച്ചില്ല. ആ സമയത്ത് അവിടെ ഒരു മഹർഷി എത്തി കണ്ണപ്പനെ ആശ്വസിപ്പിച്ചു. ആ മഹർഷി പറയുകയാണ്, നീ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇത്രയും കാലത്തിൽ നീ കൊടുത്ത ഈ ശുശ്രൂഷ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ നിന്നിൽ പ്രസാദിച്ചിട്ടുണ്ട്. ഈ പശു സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെയാണ്.
സാക്ഷാൽ നാരായണൻ തന്നെയായിരുന്നു നിന്റെ സ്വപ്ന ദർശനത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലക്ഷ്മി നാരായണന്റെ ചൈതന്യം തന്നെയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ ഈ കല്ലിനെ നീ പൂജ ചെയ്ത് സേവിച്ചു കൊള്ളുക. പശുവിന്റെ വലതുഭാഗത്തായിട്ട് ഒരു ശില കൂടി ഉയർന്നു വരും. അതായത് സാക്ഷാൽ നാരായണനായിരിക്കും അത്. നിന്റെ മോക്ഷപ്രാപ്തിക്ക് നീ ഈ ഒരു പൂജ മാത്രം ചെയ്താൽ മതിയെന്ന് മഹർഷി കണ്ണപ്പനെ ഉപദേശിച്ചു. അതിനു പക്ഷേ നീ ഒരു ജന്മം കൂടി എടുക്കേണ്ടി വരും. അന്നും നീ ഇവിടെയാണ് ഈ ദേവീ ദേവന്മാരെ പൂജിക്കാനും പുനഃപ്രതിഷ്ഠ നടത്താനും ഒക്കെ നിനക്ക് സദ്ഗതി ഉണ്ടാവുക. ഇത് നിന്നെ അറിയിക്കുവാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞ് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആ മഹർഷി തിരികെ പോയി. അവിടെ ഉണ്ടായിരുന്ന മലയരയന്മാരൊക്കെ കണ്ണപ്പന്റെ കരച്ചിൽ കേട്ട് ഓടി വന്നു. ആ പശുക്കൂടിന് ചുറ്റുമുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ച് അവർ അവിടെ പൂജ ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മി നാരായണ മൂർത്തി എന്ന സങ്കല്പത്തിൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയെയും നാരായണനെയും ആരാധിക്കാൻ തുടങ്ങി. അനേക കാലങ്ങൾ മലയരയന്മാരുടെ ആരാധന അവിടെ തുടർന്നു പോന്നിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ണപ്പൻ മരിച്ചു. കണ്ണപ്പന്റെ മരണശേഷം ആ നാട്ടുകാർ കുറെ കാലം കൂടി അവിടെ ആരാധന നടത്തിപ്പോന്നു. പക്ഷേ മലയരയന്മാർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അതോടുകൂടി ഈ ലക്ഷ്മി നാരായണന്മാരുടെ ആരാധനയും അവിടെ നിന്നുപോയി. ഈ വിഗ്രഹം നിന്ന സ്ഥലമൊക്കെ പിന്നീട് വീണ്ടും കാടായി മാറി. അങ്ങനെ ഒരു ദിവ്യമായ വിഗ്രഹമുള്ള കാര്യം പോലും ആർക്കും അറിയാതെയായി. എത്രയോ വർഷങ്ങൾ അവിടെ കാട് പിടിച്ചു കടന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്പൂതിരിമാരുടെ ഗ്രാമങ്ങളൊക്കെ ഉത്ഭവിച്ചതിന് ശേഷമാണ് ആ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ ഇടയായത്. അങ്ങനെ വന്ന നമ്പൂതിരിമാർ പാലക്കാട് വടക്കൻ ഭാഗങ്ങളിൽ നിന്നും തെക്കോട്ട് വന്ന് കാഞ്ഞിരമറ്റം ആലുവപ്പുഴ ഇടയ്ക്കുള്ള ഭാഗത്ത് താമസമാക്കി. ആ ഇടയ്ക്ക് ഒരു പുലയി പുല്ലരിയാൻ വേണ്ടി ചോറ്റാനിക്കര കുന്നിലെ കാട്ടിൽ ചെന്നു. അരിവാളിന്റെ മൂർച്ച കൂട്ടാൻ അവിടെയുള്ള കല്ല് തേച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് ചോരയാണ് വന്നത്. ആ സ്ത്രീ അത് കണ്ട് പരിഭ്രമിച്ചു പോയി. അതിലെ മഹാഭക്തനായിരുന്ന എടാട്ട് നമ്പൂതിരി ഇതറിഞ്ഞ് അവിടെ അമ്മയുടെ ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കി. കണ്ണപ്പൻ ആദ്യകാലത്ത് ആരാധിച്ച വിഗ്രഹം ആ ദേവി ആദ്യം കൊടും കാളിയുടെ ഭാവത്തിലായിരുന്നു എന്ന് ചില പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അന്നു മുതൽക്കാണ് ആ വിഗ്രഹത്തിനെ ഗ്രാമത്തിന്റെ പരദേവത എന്ന നിലയിൽ വേന്തനാട് ഗ്രാമക്കാർ ആരാധിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ശരിക്കും ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഉത്ഭവം. ആദ്യം ഈ സ്ഥലം വിശേഷപ്പെട്ട ജ്യോതിസ് കണ്ട സ്ഥലം എന്ന് പറയുന്നതിനാൽ ജ്യോതിയാനിക്കര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണത് ചോറ്റാനിക്കരയായി മാറിയത്. പിന്നെ ശങ്കരൻ മൂകാംബികയിൽ നിന്ന് അമ്മയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രബലമായ കഥ കണ്ണപ്പനെ റിലേറ്റ് ചെയ്തുള്ളതാണ്. അമ്മയെ ഋഗ്വേദത്തിന്റെ മന്ത്രങ്ങൾ കൊണ്ട് ഉപാസിച്ചപ്പോഴാണ് അമ്മ വർഷങ്ങൾക്കു ശേഷം തന്റെ സാന്നിധ്യം അവിടെ കാണിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിഗംഭീരമായ വൈഷ്ണവ ദുർഗാരൂപമാണ് ചോറ്റാനിക്കരയിലുള്ളത്. ശരിക്കും നമ്മൾ ഗുരുവായൂരപ്പന്റെ രൂപത്തെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. അതിനുശേഷം ഭഗവാന്റെ കയ്യിലെ താമരയും ഗദയും മാറ്റിക്കഴിഞ്ഞാല് താമരയും ഗദയും പിടിച്ച കയ്യില് ഒരു അഭയവും വരദവുമായി കഴിഞ്ഞാല് ശരിക്കും വിഷ്ണു ദുർഗാ സങ്കല്പമായി മാറി. മൂകാംബികയിലിരിക്കുന്ന ദേവി തന്നെയാണ് ശരിക്കും ചോറ്റാനിക്കരയിലും ഉള്ളത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അഭയവും വരദവും പിടിച്ചിരിക്കുന്ന കൈകൾ മാറിയിട്ടുണ്ടെന്ന് മാത്രം. അതിസുന്ദരിയായ ഒരു തരുണിയുടെ രൂപമാണ് മൂകാംബിക ദേവിയെങ്കിൽ ചോറ്റാനിക്കര അമ്മ രാവിലെ ശ്രീകോവിലിന്റെ അകത്ത് ഒരു ഗോളകയൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിർമാല്യ സമയത്ത് ആണത് നമ്മൾ കാണുന്നതെങ്കിൽ കല്ല്, അതായത് നല്ല വെട്ടുകല്ലാണ്, അതിന് നമ്മൾ രുദ്രാക്ഷശില എന്നാണ് പറയുന്നത്. അതാണ് ശരിക്കും അമ്മ മഹാലക്ഷ്മി. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ വെട്ടുകല്ലുകൂടിയുണ്ട്. അതാണ് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു. അതുകൊണ്ടാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തില് അമ്മയെ നാരായണ എന്ന് വിളിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുള്ളത്. കാരണം ചോറ്റാനിക്കര ക്ഷേത്രത്തില് വലിയ കല്ലിൽ അമ്മയുടെയും ചെറിയ കല്ലിൽ മഹാവിഷ്ണുവിന്റെയും ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത്. ഭദ്രേ നാരായണ, ഭദ്ര എന്ന് വിളിക്കുന്നത് കീഴ്ക്കാവിൽ അമ്മയെയാണ്. കീഴ്ക്കാവിലമ്മ ദുരിതങ്ങളും ബാധകളും ഒക്കെ ഒഴിപ്പിക്കുന്ന അമ്മയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആദിപരാശക്തി ആണെങ്കിലും മഹാവിഷ്ണുവിനോടൊപ്പം സൗമ്യമായ ഭാവത്തിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ലക്ഷ്മി നാരായണ സങ്കല്പത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. രാവിലെ മൂകാംബിക സരസ്വതി ദേവിയുടെ സാന്നിധ്യമാണ് ചോറ്റാനിക്കരയിലുള്ളത്. ചോറ്റാനിക്കര അമ്മയെ ദിവസവും 3 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. അതായത് രാവിലെ വെള്ള വസ്ത്രത്തിലുള്ള വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായും, ഉച്ചയ്ക്ക് ചുവന്ന വസ്ത്രത്തിലുള്ള മഹാലക്ഷ്മിയായും, വൈകുന്നേരം നീലവസ്ത്രത്തിലുള്ള ദുർഗാദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത്.